അരിപ്പൊടിയും മൈദയും ഒരേ അളവിൽ എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ഏകദേശം ബട്ടർ നാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, കാരണം നമ്മൾ ഇതിൽ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നാനിനേക്കാളും ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റിയാണ്. മാത്രമല്ല അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഇത് എത്ര സമയം വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോവില്ല. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ 10 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഡിന്നറിന് നമുക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി തീരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൊട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ സ്പൂണിൽ 1.5 സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. ഇത് ഒരു സ്പൂൺ എന്ന് പറയുന്നത് ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ, വലിയ സ്പൂണാണ്. ഇതിൽ 1.5 സ്പൂൺ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതേ സ്പൂണിൽ തന്നെ മൈദയും കൂടി എടുക്കുക. അതും 1.5 സ്പൂണാണ് എടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ മൈദയും എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും മൈദയും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അരിപ്പൊടി ഉള്ളതുകൊണ്ട് വെള്ളം കുറച്ചധികം ആവശ്യമുണ്ടാവും. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോവരുത്, അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ അല്പം മൈദയും അരിപ്പൊടിയും കൂടി ചേർത്താൽ മതി. എന്നിട്ടിത് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് ലൂസായിട്ട് കുഴക്കരുത്, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അല്പം ടൈറ്റായിട്ട് ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുത്ത് വെക്കാം. കുഴക്കാനും വളരെ എളുപ്പമാണ്. അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് സാധാ മൈദ കുഴക്കുന്നത് പോലെയല്ല, പെട്ടെന്ന് റെഡിയാവും. ഈ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ച ഉടനെ തന്നെ നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് പരത്താൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു ഉരുളയെടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും തന്നെ ഉരുളയെടുത്താൽ മതി. നന്നായിട്ട് ഉരുട്ടി ഒന്ന് മിനുസപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് എടുത്തു വെച്ച പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അതേ വണ്ണത്തിലും വീതിയിലും ഒക്കെ ഇത് പരത്തിയാൽ മതി. നന്നായിട്ട് പൊടിയിട്ട് പരത്തണം. അരിപ്പൊടി ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് പരത്തുന്ന സമയത്ത് നന്നായിട്ട് പൊടിയിട്ട് കൊടുക്കുക. നമുക്ക് ഇതുപോലെ മുഴുവൻ ചപ്പാത്തിയും പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ റൊട്ടി ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ തവ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഈ റൊട്ടി ഇട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഈ റൊട്ടി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ റൊട്ടി നന്നാവില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കുക, എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഒരു സൈഡ് റെഡി ആകുമ്പോൾ മറ്റേ വശം തിരിച്ചിടണം. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ റൊട്ടി ഉണ്ടാക്കുന്ന സമയം ഇത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിന് വേണ്ടുന്ന മാക്സിമം സമയം തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ റൊട്ടിയുടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൊട്ടി നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ബട്ടർ ഇതിൻ്റെ മുകളിൽ പുരട്ടിയാൽ മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പുരട്ടി കൊടുക്കാം. റൊട്ടിയുടെ എല്ലാ ഭാഗത്തും ബട്ടർ നന്നായിട്ട് പുരട്ടാം. നല്ല ചൂടുള്ള റൊട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ റൊട്ടിയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ വളരെ ഈസിയും സിമ്പിളുമായിട്ടുള്ള ബട്ടർ റൊട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു വിഭവമാണ്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ്. കാരണം കുറേ സമയം കഴിഞ്ഞാലും ഇത് ഹാർഡായി പോകുമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.